സോ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സിമ്പിളായി സ്മാർട്ട് ഫോണ് അല്ലെങ്കിൽ PC ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ മാസം 5000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് റിവാർഡ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇതാണ് മൈക്രോസോഫ്റ്റ് റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷന്. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാദ്യമേ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസോഫ്റ്റിൽ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം, ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ്. നിങ്ങൾക്കിത് മൊബൈലിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ PC-യിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്, മൈക്രോസോഫ്റ്റ് റിവാർഡ്സിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ അവൈലബിൾ പോയിന്റ്സ് എന്ന് പറയുന്നത് 13,755 പോയിന്റ്സ് ഉണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഇന്നത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം കുറേ പോയിന്റ്സ് ഡെയിലി നിങ്ങൾക്ക് പോയിന്റ്സ് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾ കാണാം ഇങ്ങനെ ഓരോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും ഇവിടെ ബിങ് ഹോമേജ് കിസ് എന്നുള്ള വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ തെറ്റാണ് ആൻസർ കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ പുറകോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ കോയിൻസ് ആഡ് ആവുന്നതാണ് ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുക്കുകയാണ്, കോട്ട് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്. അതെടുത്ത് നിങ്ങൾക്കിവിടെ കാണാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് പുറകോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ കോയിൻസ് ഇപ്പോൾ ആഡായിട്ടുണ്ട്. 5 പോയിന്റ്സ് നമുക്കിപ്പോൾ ആഡായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് പോയിന്റ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ആക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡെയിലി എത്ര പോയിന്റ്സ് നമുക്ക് കിട്ടി എന്നുള്ളത് സ്റ്റാറ്റസ് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സെർച്ച് വഴി നമുക്ക് പോയിന്റ്സ് ആഡ് ആക്കാൻ പറ്റുന്നതാണ്. ഡെയിലി നമുക്ക് എങ്ങനെ സെർച്ച് വഴി പോയിന്റ്സ് ആഡ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും PC സെർച്ച് അതുപോലെ മൊബൈൽ സെർച്ച് എന്നുള്ളത്. അപ്പോൾ ഞാനതിൽ നിങ്ങൾക്കിവിടെ കാണാം PC സെർച്ച് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. PC സെർച്ച് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് എഡ് ബ്രൗസറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കാണാം ഞാൻ ബിംഗായിന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം ഞാൻ അടുത്ത നെക്സ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. CR7 ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കാണാം നമ്മുടെ സെർച്ച് റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ മൈക്രോസോഫ്റ്റ് റിവാർഡ് സിമ്പിളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പോയിന്റ്സ് നമുക്ക് ആഡായിട്ടുണ്ട്. 13,772 പോയിന്റ്സ് ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് നമ്മുടെ ആ ടാബിലോട്ടൊന്ന് പോയി നോക്കാം, മൈക്രോസോഫ്റ്റ് റിവാർഡ്സിൻ്റെ ടാബിലോട്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം PC സെർച്ചിൻ്റെ അവിടെ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാം 12 പോയിന്റ്സ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സെർച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സാണ് ഒരു സെർച്ച് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പം അടുത്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ടാബ് ജസ്റ്റ് ഒന്ന് നോക്കാം, സെർച്ച് ചെയ്യുന്ന ടാബ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ഞാൻ ജസ്റ്റ് മെസ്സിന്ന് സെർച്ച് ചെയ്യുകയാണ്. മെസ്സി സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്, സെർച്ച് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം റിവാർഡ്സിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് ടാബിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 12 പോയിന്റ്സ് ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണാം 15 പോയിന്റ്സ്. അപ്പോൾ അടുത്ത 3 പോയിന്റ്സ് നമുക്ക് ആഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ പെസ് ഗെയിം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു സെർച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് റിവാർഡ്സിൻ്റെ ആ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് കാണാൻ സാധിക്കും എനിക്ക് 30 പോയിന്റ്സ് ഉണ്ട്. അടുത്ത് 33 പോയിന്റ്സ്, 3 പോയിന്റ്സും കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി ഞാൻ പറയും ഒരു 5 മിനിറ്റ് ഇതിനോട് സ്പെൻഡ് ചെയ്താൽ മതി ഞാൻ പറയുള്ളൂ. 5 മിനിറ്റ് മാത്രം മതി. നിങ്ങൾക്ക് ജസ്റ്റ് ചുമ്മാ സെർച്ച് ചെയ്ത് വിട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് മൊത്തമായിട്ട് ഇതിൽ നിന്ന് 150 പോയിന്റ്സ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ PC സെർച്ച് ചെയ്തപ്പോൾ 33 പോയിന്റ്സ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് സെർച്ച് ചെയ്തപ്പം. മൊബൈൽ സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് മൊബൈൽ എടുക്കണം. അപ്പം നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ചെയ്യുന്നതാണെന്നല്ല, PC എടുത്തുന്നുള്ളൂ. മൊബൈൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ആക്കി ഇടുക. PC സെർച്ച് ചെയ്യുവാണെങ്കിൽ
അപ്പോൾ നിങ്ങൾക്ക് PC സെർച്ചിൽ പോയിന്റ്സ് ആടാവുന്നതാണ്. ഇനി നിങ്ങൾ മൊബൈൽ സെർച്ച് തന്നെ ചെയ്യുന്നെങ്കിൽ മൊബൈൽ സെർച്ച് സാധാരണ പോലെ ക്രോമിൽ തന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾ സാധാരണ സെർച്ച് ചെയ്ത് തന്നെ കോയിൻസ് ഇതുപോലെ ആടാവുന്നതാണ്. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഡാഷ്ബോർഡ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഏണിംഗ് സെക്ഷനിൽ താഴെ കാണാം. ഇവിടെ ഒരു സർവേ പോലത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ഇതിലൂടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം 50 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊരു ടാസ്ക് കാണിച്ചപ്പോൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നതാണ്, പോയിന്റ്സ് ആടാവുന്നതാണ്. അപ്പോൾ ഇത് ടൈം ലെഫ്റ്റ് ടു കംപ്ലീറ്റ് ഓഫ് തരം നമുക്കറിയാം. അപ്പം ടൈം ലിമിറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 50 പോയിന്റ്സും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മെയിൻ ഡാഷ്ബോർഡിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഇന്നത്തെ കോയിൻസ് ഇപ്പോൾ മൊത്തം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം 170 പോയിന്റ്സ് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട് മൊത്തം പോയിന്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്ന് ഡെയിലി സ്ട്രീക്കും അതുപോലെ തന്നെ ഈ 90ഉം അതുപോലെ തന്നെ 60 മൊബൈൽ സെർച്ച് 60 മൊത്തം 150 പോയിന്റ്സ് ഇതിലൂടെ നമുക്കുണ്ട് സെർച്ച് വഴി. ബാക്കി നമുക്ക് ഡെയിലി സ്ട്രീക്ക് നമ്മൾ ഓരോ കോട്ട് അതുപോലെ ഡെയിലി സ്ട്രീക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോയിൻസ് ആണ് ബാക്കിയുള്ളത്. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് മിനിമം ഒരു 5 മിനിറ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് മാക്സിമം ഡെയിലി പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത് വെച്ച്. അപ്പം ഇനി നമുക്ക് റെഡീം ഓപ്ഷനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റെഡീം എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. ഏറ്റവും ടോപ്പിലായിട്ട് പോകുന്ന നിങ്ങൾക്കിവിടെ കാണാം റെഡീം എന്ന ഓപ്ഷന്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് റെഡീം സെക്ഷനിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര റെഡീം ചെയ്യാന്നുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആമസോൺ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ റോബ്ലോക്സ്, സ്പോട്ടിഫൈ, ഓർവാച്ച്, സീ ഓഫ് തീവ്സ്, അങ്ങനെ കുറേ ബുക്ക് മൈ ഷോ, ജോയാൽക്കാസ്, ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്ക് റെഡീം ചെയ്യാനുള്ളത്. അതുപോലെ ഗെയിംസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത റെഡീം ഓപ്ഷനാണ്. ഇനി നമുക്ക് റെഡീമിലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ റെഡീം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ലിമിറ്റഡ് ടൈം ഓഫർ ഇപ്പോൾ നിൽക്കുകയാണ്, ആമസോണിൻ്റെ നോക്കുകയാണ്. അപ്പോൾ ആമസോണിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 4220 പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. 250 ഗിഫ്റ്റ് കാർഡ് കിട്ടണേല്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആമസോണിലോട്ട് ഈ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾ റെഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മൊബൈൽ റീചാർജ് ചെയ്യാനും അതുപോലെ ഈ പൈസ വെച്ച് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ആമസോണിൽ ഓർഡർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ല കാര്യമാണ് അത്. അപ്പം 250 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്കറിയാം വെറും 4220 പോയിന്റ്സ് മാത്രം മതി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. 250 രൂപയാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാൻ പോകുന്നത് സെർച്ച് ചെയ്തൊക്കെ ചെയ്താൽ. അടുത്ത നോക്കാം ഫ്ലിപ്കാർട്ടിന്റെ ലിമിറ്റഡ് ടൈം ഓഫർ. ഇവിടെ നിങ്ങൾ കാണാം 845 പോയിന്റ് മാത്രം, 845 പോയിന്റ്സ് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഫ്ലിപ്കാർട്ടിന്റെ. ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ കാണാം 50 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് നമുക്ക് കിട്ടും. 845 പോയിന്റ് ഉണ്ടായാൽ അത് നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 50ന്റെ ഗിഫ്റ്റ് കാർഡാണ് കൊടുക്കുക. 100ന്റെ ഗിഫ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ പോലും നമുക്കിവിടെ കാണാം ഇപ്പോൾ ലോഡ് ആവുന്നുണ്ടത്. 100 രൂപ ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ 1690 പോയിന്റ്സ് മാത്രം മതി 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റെഡീം ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാം 250 നോക്കാം. ആമസോണിന്റെ പോലെ തന്നെ ആയിരിക്കും. ഇവിടെ 4220 പോയിന്റ്സ് മതി. ഫ്ലിപ്കാർട്ടിലോട്ടാണ് 250 രൂപയുടെ ഗിഫ്റ്റ് കാർഡ്. രണ്ട് ഓഫേഴ്സ് ഒക്കെ. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഓഫേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡിന്റെ നമ്മൾ ലോ ലെവലിലോട്ടുള്ള നമ്മളിപ്പോൾ കണ്ടേക്കുന്ന ലോ റേറ്റിലുള്ളത് നമുക്ക് നോക്കാം. 500ന്റെ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ 500 രൂപയുടെ 7840 പോയിന്റ്സ് മാത്രം മതി. 7840 പോയിന്റ്സ് മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 1000ന്റെ ഗിഫ്റ്റ് കാർഡ് നോക്കാം. 1000ന്റെ ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ ഇനി 1000ന്റെ ഗിഫ്റ്റ് കാർഡ് നോക്കാൻ കാണാം 15680 പോയിന്റ്സ് മാത്രം മതി 1000ന്റെ ഗിഫ്റ്റ് കാർഡ് വേണേൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൂടെ കാണാം ഓട്ടോ റെഡീം ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ റെഡീം കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെഡീം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ. സ്പോട്ടിഫൈ പ്രീമിയം ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. അതുപോലെ ലീഗ് ഓഫ് ലെജൻഡ്സിന് ഗിഫ്റ്റ് കാർഡും കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആമസോണിലോട്ട് പോവാണ്. ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡോട് നോക്കുക. ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കാണാം ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്. ആമസോൺ ഗിഫ്റ്റ് കാർഡ് അത് ക്ലിക്ക് നമുക്ക് 7740 പോയിന്റ്സ് ആണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കൊടുക്കണം ആമസോണിന്റെ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 500 രൂപയുടെ ഗിഫ്റ്റ് കാർഡിന് 7840 പോയിന്റ്സ് ആണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതുപോലെ നമുക്ക് നോക്കാം 750, 1500, 2000, 2500, 5000 വരെയുള്ള ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആമസോണിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മിനിമം നിങ്ങൾക്ക് 5000 രൂപ വരെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്.
അടുത്ത റെഡീം ഓപ്ഷൻ എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ ഒക്കെയാണ്. ബുക്ക് മൈ ഷോയെ അതുപോലെ ജോയി ആൽക്കാസിന്റെ ഡയമണ്ട് ഗിഫ്റ്റ് കാർഡൊക്കെ ബുക്ക് മൈ ഷോയിലോട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. സിനിമയൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു അവസരം. 1000 ഗിഫ്റ്റ് കാർഡ് നമുക്ക് കിട്ടും. 15,650 പോയിന്റ്സ് ഉണ്ട്. അതിൽ സിനിമയൊക്കെ ബുക്ക് ചെയ്യാൻ വളരെ നല്ലൊരു അവസരമാണ്. 1000 ഗിഫ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നതാണ് ബുക്ക് മൈ ഷോയിലൂടെ. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് 1000 ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ റെഡീം ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു റെഡീം ഏതൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ. പിന്നെ നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ പറയാൻ സാധിക്കുന്നതാണ്, ഡെയിലി ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് കിട്ടുന്നതോടെ നിങ്ങൾക്ക് അടുത്ത ലെവലിലോട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പോയിന്റ്സ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും അടുത്ത ലെവലിലോട്ടൊക്കെ വരുവാണെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈലോ അതിൽ PC ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാഷ് ഒരു 50 രൂപ മുതൽ 5000 രൂപ വരെ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പുതിയ ടെക്നോളജി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.